ഹലോ ഗേയ്സ്, ഇത് നമ്മുടെ വീടിനോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് സ്ഥലം നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. ഈ മഴയൊക്കെ പെയ്ത് മാറിയതില്ലേ, ആ ഈർപ്പത്തോട് നിൽക്കുന്ന ആ ഒരു ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാൻ, പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളും പിന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാറക്കുളമുണ്ട്. അവിടെ നിൽക്കുന്ന കാടെല്ലാം ഈ ഒരു മഴ നനഞ്ഞ് തോർന്ന് നിൽക്കുന്ന ടൈമിൽ കാണാനെ കൊണ്ടൊരു പ്രത്യേക ഒരു ബ്യൂട്ടിയാണ്. അതിനോട് ചേർന്ന് ഒഴുകുന്ന ഒരു കല്ലടയാറുണ്ട്. അതിനോട് ചേർന്ന് തന്നെ കല്ലടയാറിൻ്റെ തീരത്ത് ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടുത്തെ എല്ലാം കാഴ്ചകൾ കണ്ട് നമുക്ക് തിരിച്ചു വരാം. വർഷങ്ങൾക്ക് മുമ്പ് ഈ പാറമല സ്റ്റേ ചെയ്തുകൊണ്ട് ഇവിടെ വർക്കോ കാര്യങ്ങളോ അന്ന് മൂലം മുടങ്ങിക്കിടന്നതിന് ശേഷം പിന്നെ ഇവിടെ നീരുറവയോ കാര്യങ്ങളും ഈ വേനലാണേലും ശരി, മഴ സമയമാണേലും ശരി, ഈ മഴ സമയമായതുകൊണ്ടാണ് ഇത്രയും വെള്ളം, പിന്നെ സൺലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു മഴ പെയ്ത് മാറിയ ആ ഒരു ബ്യൂട്ടി, അതിൻ്റെ ആ ഒരു രണ്ട് സൈഡും കാണാനെ കൊണ്ടുള്ള ആ ഒരു ബ്യൂട്ടിയും ആ ഒരു പച്ചപ്പും കാണാൻ എന്തൊരു നല്ലൊരു പ്രത്യേക ഒരു ഫീൽ നമുക്ക് നല്ലപോലെ തരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കല്ലടയാറ്. കല്ലടയാറിനോട് ചേർന്ന് തന്നെ ആ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ഈ ആറ്റിലെ വെള്ളം കയറുന്ന സമയത്ത്, മഴ കാരണം ആറ്റിലെ വെള്ളം കയറുന്ന സമയത്ത് ഈ അമ്പലം മുങ്ങാറുണ്ട്. ആ അമ്പലത്തിലെ വിഗ്രഹം എല്ലാ വർഷവും മഴ പെയ്ത് വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ടൈമിൽ ആ വിഗ്രഹത്തിൻ്റെ ആ ഒരു അമ്പലത്തിൻ്റെ ഷെഡിന് മുകളിൽ കൂടെ വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാറുണ്ട്. അതെല്ലാ വർഷവും നടക്കുന്ന, നമ്മൾ കണ്ണിന് ആ ഒരു എന്താ പറയാൻ പറ്റത്തില്ല, അതൊരു ഫീലാണ്. എപ്പോഴും വെള്ളത്തെ നീരാടി നിൽക്കുന്ന ഒരു വിഗ്രഹമാണ്. എല്ലാ വർഷവും നമ്മൾ കാണുന്നതാണ്. ഇപ്പം മഴയൊക്കെ പെയ്ത് മാറിയ സമയത്ത് നമ്മൾ ആ കാണുന്ന ആ ഒരു അവിടുത്തെ ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകളും പിന്നെ ആ കല്ലടയാറിൻ്റെ ഭംഗിയും, പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ മഴ പെയ്ത് മാറിയതാണ്, ഒട്ടും പ്രതീക്ഷിക്കാതെ കൊണ്ട് പെട്ടെന്നൊരു മഴയും എല്ലാം പെയ്യുന്നുണ്ട്. അത് ഈ വീഡിയോയിൽ പിന്നെ ഇച്ചിരി കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. എന്നാലും ഇതാണ് ആ അമ്പലത്തിൻ്റെ ഫ്രണ്ട്, ഒരു ആൽമരം. അതിനകത്ത് ഈ പിള്ളേരില്ലാത്തവരൊക്കെ വന്നിട്ട്, കൊച്ചുങ്ങളില്ലാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് തൊട്ടിലൊക്കെ കെട്ടാറുണ്ട്. ആ വിളക്കൊക്കെ കത്തിച്ചും തൊട്ടിലൊക്കെ കെട്ടി അവിടെ ഒരു മുത്തുകുടയൊക്കെ ചൂടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ദീപങ്ങളൊക്കെ കത്തിക്കുമ്പോൾ നൈറ്റ് കാണാനെ കൊണ്ട് നല്ല രസമാണ് ആ ഒരു കാഴ്ച. പണ്ട് ഇവിടെ ഉത്സവം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇവിടെ മൊത്തം കാണാനെ കൊണ്ട് പ്രത്യേക ഒരു വൈബാണ്. അത് നമ്മൾ കണ്ടറിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ അറിയത്തില്ല, അത് കണ്ടറിയുമ്പോഴാണ് ആ ഒരു വൈബ്. ഇതാണ് അമ്പലം. അമ്പലത്തെ ഫ്രണ്ട് സൈഡിൽ ആ ആറിനോട് ചേർന്ന് നിൽക്കുന്ന ആൽമരവും, അതിനകത്ത് ഈ അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് കെട്ടുന്ന ഓരോരോ കാര്യങ്ങൾ, അതായത് കുഞ്ഞില്ലാത്തവർ തൊട്ടിൽ കെട്ടാറുണ്ട്, അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കുമെന്നൊരു വിശ്വാസം. അത് എല്ലാം വിശ്വാസം എല്ലാം നല്ലതാണ്. വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിനോട് ചേർന്ന് ഇപ്പം 2-3 ദിവസം കൊണ്ട് മഴയും കാര്യമുണ്ട്. അത് പറഞ്ഞപ്പോഴേ നല്ല മഴ വന്നു. മഴയത്ത് നിന്നുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ആ കാറ്റും ആ ഒരു ദൃശ്യ ഭംഗിയും ആ മഴയത്ത് ആ ഒരു പ്രത്യേക ഒരു വൈബ്, ആ ഒരു ഫീൽ, ആ കാറ്റോട് കൂടിയിട്ടുള്ള മഴയാണ്. അത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ നമുക്കെല്ലാം നല്ലപോലെ അറിയാൻ പറ്റും. കല്ലടയാറാണെങ്കിൽ പോലും ഈ അമ്പലത്തിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ എങ്ങും മീൻ പിടിക്കാനെ കൊണ്ടൊന്നും ആരെ അനുവദിക്കുന്നതൊന്നുമല്ല. ഇത് അമ്പലത്തിന് മൂൾവശമായുള്ള സ്ഥലവും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ ഒരു പാറക്കുളവും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കാഴ്ചകളെല്ലാം കണ്ടുവരുമ്പോൾ ഇതാണ് അവിടുത്തെ കൊച്ചമ്പലമായതുകൊണ്ട് തന്നെ അത് എല്ലാവരെയും അറിയിക്കാനെ കൊണ്ട് അവിടുത്തെ വിശേഷ ദിവസങ്ങളും കാര്യങ്ങളുള്ള ആ ഒരു മയക്കും കാര്യങ്ങളൊക്കെ ഇതാണ്. ഇനിയിപ്പം തിരികെ മടങ്ങുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ബൈ ബൈ, സീ യു.